റിലേഷൻഷിപ്പുകളെ പറ്റിയൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം. അത് ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും. ടോക്സിക് റിലേഷൻഷിപ്പുകൾ, നല്ല റിലേഷൻഷിപ്പുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു കോഴ്സ് പറഞ്ഞുതരാം. അത് നിങ്ങൾക്കൊരു കരിയറാക്കി മാറ്റാൻ പറ്റും. റിലേഷൻഷിപ്പ് ബേസ് ആയിട്ടുള്ളൊരു കോഴ്സ് തന്നെയാണ്. വേറൊന്നുമല്ല പറയുന്നത്, ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ്. ഇതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല രീതിയിൽ കൊണ്ടുപോകുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇന്നത്തെ ക്യാമ്പസ് സർച്ചിന്റെ വീഡിയോയിലൂടെ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കോഴ്സും അതിന്റെ സാധ്യതകളെയും പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങളിലൂടെ ഞാൻ എത്തിക്കാൻ പോകുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള കോപ്പറേഷൻ, ഇന്ററാക്ഷൻസ്, ഇൻഫ്ലുവൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ ഈ കോഴ്സ് കടന്നു പോകുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു രാജ്യത്തെ പറ്റി പഠിക്കുന്ന സമയത്ത് അവിടുത്തെ കൾച്ചറൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, അങ്ങനെ ഒരുപാട് മേഖലകളിലൂടെ ഈ ഒരു കോഴ്സ് കവർ ചെയ്ത് പോകുന്നുണ്ട്. ഡിഫറെൻറ്റ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിലൂടെയും പിന്നെ ഫ്രെയിംവർക്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്റ്റുഡൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു കോഴ്സിലൂടെ. സോ അതിലൂടെ സ്റ്റുഡൻസിന് ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. റിയലിസം, ലിബറലിസം, മാർസിസം, ഫെമിനിസം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതിനെയൊക്കെ പറ്റിയിട്ട്. യുണൈറ്റഡ് നേഷൻസ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, യൂറോപ്യൻ യൂണിയൻ, ആഫ്രിക്കൻ യൂണിയൻ, ഇങ്ങനെയുള്ള ഒരുപാട് ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ പറ്റി പഠിക്കുവാനും അതിനെ എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഏജൻസികളുടെ സ്ട്രക്ചർ, അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി, അത് ആർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏജൻസികൾ ഗ്ലോബൽ ഗവൺമെന്റുകളിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ പഠിക്കാൻ സാധിക്കുന്നതാണ്. ഫോറിൻ പോളിസിയുടെ ഫോർമുലേഷൻ, ഇംപ്ലിമെന്റേഷൻ എന്നിവയെ പറ്റി നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ പഠിക്കാൻ സാധിക്കുന്നതാണ്. ഗ്ലോബൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ സ്വന്തം രാജ്യത്ത് തന്നെ നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് എല്ലാം നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാലഘട്ടം നടക്കുന്ന ടെററിസത്തിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നല്ലപോലെ അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഇതിനെയൊക്കെ പറ്റി പഠിക്കുവാനും ഇതിനെയൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഹ്യൂമൻ സെക്യൂരിറ്റി, പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ, എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇന്റർനാഷണൽ ലോ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. ഇപ്പോൾ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിനെപ്പറ്റിയും അതിനകത്തുള്ള ലോസിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ പഠിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു കോഴ്സിലൂടെ. ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെ നിലനിർത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നെഗോസിയേഷൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ ഡിപ്ലോമസി, നെഗോസിയേഷൻസിനെ പറ്റി പഠിക്കുവാനും അതെങ്ങനെ കൈകാര്യം ചെയ്യാം, അതായത് കൃത്യമായ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു കോഴ്സിലൂടെ. അതിനോടൊപ്പം തന്നെ ഗ്ലോബൽ എക്കണോമി എപ്പോഴും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പല സെനാരിയോസ് കൊണ്ട് മാറി മറിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ അതിനെ പറ്റിയും പിന്നെ ഗ്ലോബൽ പൊളിറ്റിക്സിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു കോഴ്സിലൂടെ പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്യാമ്പസ് സർച്ചിൻ്റെ വീഡിയോയിലൂടെ ഇന്റർനാഷണൽ റിലേഷൻ എന്ന് പറയുന്ന കോഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ക്യാമ്പസ് സർച്ചിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങളൊരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റി വിശദമായി അറിയാൻ ശ്രമിക്കുക. എന്നിട്ടേ നിങ്ങളൊരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ എടുക്കുന്ന കോഴ്സുകളാണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ ഒരു കോഴ്സിനെ പറ്റി പഠിക്കുക, ആ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുക, അവരുടെ അനുഭവങ്ങൾ, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ കേൾക്കുക. എന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്ത കോഴ്സ് നിങ്ങൾക്ക് ഓക്കെ ആണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പാടുള്ളൂ. അപ്പോൾ ക്യാമ്പസ് സർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ പുതിയ പല കോഴ്സുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം.